ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. കരിമ്പനയും നെൽവയലും തെങ്ങുകളും മലകളുമുള്ള കൊല്ലങ്കോടാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന്. അതുപോലെ തന്നെ ഏകലവ്യ ആശ്രമം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്താണ് ഈ ഒരു ഏകലവ്യ ആശ്രമം വരുന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള കുളിർമേകുന്ന കാഴ്ച കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന്. അപ്പോൾ ഇത് പറയാൻ കാരണം ഈ വീഡിയോ മുഴുവനായിട്ടും കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് വരുന്നതെങ്കിൽ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് അടിച്ചാൽ കിട്ടില്ല, ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ടെമ്പിൾ തന്നെ അടിക്കണം. പിന്നെ കൊല്ലങ്കോടിനൊരു പ്രത്യേകതയും കൂടിയുണ്ട് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട് കേട്ടോ. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആരാധനാ സ്ഥലം പാലക്കാട് ജില്ലയിൽ പ്രകൃതി രമണീയമായ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആളുകൾ ഇവിടെ ആരാധനയും വഴിപാടുകളും നടത്തുവാനെത്തുന്നുണ്ടെന്നും പഴമക്കാർ പറയുന്നു. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 2 കൂറ്റൻ ആൽമരങ്ങൾക്ക് താഴെ കൽപ്രതിഷ്ഠയായ കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. പരമശിവൻ കാട്ടാള രൂപം ധരിച്ചെത്തി ഇവിടെ ഉപവിഷ്ടയായതാണ് കറുപ്പുസ്വാമി എന്ന് വിശ്വാസമുണ്ട്. ശ്രീകോവിലോ ചുറ്റുവിളക്കുകളോ കൽച്ചുമരുകളോ മേൽക്കുരയോ ഇല്ലാതൊരു ക്ഷേത്രം. വിശ്വാസികളായ നൂറുകണക്കിന് ആളുകൾ ജാതിമത ഭേദമന്യേ ദിനംപ്രതി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് സന്തോഷമായി മടങ്ങുന്ന ഒരു പ്രകൃതി ക്ഷേത്രം. പൂജാരി ഇല്ലാത്ത ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ചിങ്ങഞ്ചിറയ്ക്കുണ്ട്. അതിനാൽ വിശ്വാസികൾ തന്നെയാണ് ഇവിടുത്തെ പൂജ ചെയ്യുന്നത്. ചിങ്ങഞ്ചിറയിലെ പ്രധാന വഴിപാട് കോഴി, ആട് ഇവയെ വെട്ടിയുള്ള പൂജയാണ്. വിശ്വാസികളുടെ പ്രാർത്ഥന നിറവേറിയാൽ കറുപ്പുസ്വാമിയോടുള്ള ആദരസൂചകമായി വഴിപാട് നൽകി വസ്തുക്കൾ അവിടെ നിന്നു തന്നെ പാചകം ചെയ്ത് സ്വാമിക്ക് നിവേദ്യം അർപ്പിച്ച ശേഷം വിശ്വാസികൾ ഭക്ഷിച്ച് പോകുന്നതാണ് ഇവിടുത്തെ രീതി. ഇവിടെ നിന്ന് ആരും രുചിച്ചു നോക്കി പാചകം ചെയ്യരുതെന്ന വിശ്വാസവും നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൽമരങ്ങൾ ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കാം ഇവിടെ പ്രകൃതി ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. സാധാരണ ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ നട അടക്കുക പോലുള്ള ചടങ്ങുകളൊന്നും ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം, തൊഴാം, തിരിച്ചു പോകാം. എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ റെസീറ്റ് മുറിക്കുന്ന രീതികളൊന്നും ഈ ക്ഷേത്രത്തിലില്ല. ആഗ്രഹങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ വിശ്വാസി നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എന്തെങ്കിലും രൂപങ്ങൾ ആൽമരത്തിൽ കെട്ടിത്തൂക്കുന്നു. ഇതാണ് ഇവിടുത്തെ നേർച്ചാരീതി. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ തൊട്ടിലുപോലുള്ള രൂപങ്ങളാണ് കെട്ടിത്തൂക്കുക. അതുപോലെ തന്നെ വീട് ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൻ്റെ രൂപമോ ഘടനയോ ഉള്ളതാണ് കെട്ടിത്തൂക്കുക. കല്യാണമായിട്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നതെങ്കിൽ വളകൾ മറ്റുമാണ് കെട്ടിത്തൂക്കിയിടാറ്. ആഗ്രഹം നടന്നതിന് ശേഷം ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറയുന്ന വിശ്വാസിയാണെങ്കിൽ കുടമണികൾ കെട്ടിത്തൂക്കി പോകുന്നതും കാണാറുണ്ട്. ആഗ്രഹം സഫലീകരിച്ച് വരുന്നവർ കറുപ്പുസ്വാമിക്ക് മൃഗബലി നൽകാറുണ്ട്. മാംസത്തോട് താല്പര്യം ഇല്ലാത്തവർ ആണെങ്കിൽ ആഗ്രഹ സാഫല്യീകരണത്തിനുള്ള നന്ദി സൂചകമായി ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഏകലവ്യ ആശ്രമത്തിൽ അന്നദാനവും നടത്താറുണ്ട്. അന്നദാനവും മൃഗബലിയും തുല്യ രീതിയിൽ കറുപ്പുസ്വാമിയെ തൃപ്തിപ്പെടുത്താറുണ്ട് എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം.
മൃഗബലിയാണ് നടത്തുന്നതെങ്കിൽ ബലി കൊടുത്ത മൃഗത്തിൻ്റെ മാംസം ഇവിടെ പാകം ചെയ്യുമത്രേ. പാകം ചെയ്തതിന് ശേഷം കൂട്ടത്തിൽ കുറച്ച് ഭക്ഷണം, മീൻചുട്ടതും ബീഡിയും മദ്യവും ഒക്കെ ചേർത്ത് ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. ആ കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിൽ ഒരു മുത്തപ്പൻ തറ എന്നാണ് ഇവിടെയുള്ളവർ വിളിക്കുന്നത്. ആ മുത്തപ്പൻ തറയിൽ ഇതെല്ലാം സമർപ്പിക്കും. അതിനുശേഷം ആ ഭക്ഷണത്തെ പ്രസാദമായി കണ്ട് അവിടെയുള്ളവർ എല്ലാവരും വീതിച്ച് കഴിക്കുന്നു. അതോടെ ഇവിടെയുള്ള നേർച്ചാരീതി അവസാനിക്കുന്നു. സ്വയംഭൂവായ വിഗ്രഹത്തിന് ശിവനും പാർവതിയുമായി സങ്കല്പിച്ച് കറുപ്പുസ്വാമിയും വേലമ്മയുമായിട്ടാണ് ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുവരെ ബൈ ബൈ.